നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതൊക്കെ തന്നെയാണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്നറിയാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ സ്റ്റീവ് ഉണ്ടല്ലോ, സ്റ്റീവ് സ്കൂളിലേക്ക് പോകുന്നില്ല, സ്കൂളിൽ പോക്ക് നിർത്തി എന്നാണ് അവൻ പാരൻസിൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, സ്കൂളിൽ പോകണമെങ്കിൽ അവൻ ഒരു കണ്ടീഷൻ, അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്നറിയാമോ? പാളയിലിരുത്തി അച്ഛൻ വലിച്ചഴിച്ച് സ്കൂളിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ പയ്യൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പാരൻറ്റിന് ഗതികേടായി പോയല്ലേ. അപ്പോൾ പാരൻറ്റ് എൻ്റെ പയ്യനെ സ്കൂളിലേക്ക് പാളയിലിരുത്തി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പയ്യനെ നമുക്ക് നോക്കാം. ഇപ്പം ഇത് പാളയാണ്, കണ്ടില്ലേ? പാളയുടെ അറ്റം അച്ഛൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതിൽ ആരിയ്ക്കുന്നു? എൻ്റെ ചെറുക്കനിരിക്കുന്നു. കണ്ടോ? ആരാണിത്? സ്റ്റീവാണ്. കണ്ടോ? ആ ചിരിയെ കണ്ടോ? സ്കൂളിൽ പോയാണ്, കണ്ടില്ലേ? എൻ്റെ പയ്യൻ ഇരിക്കുന്നു, കണ്ടോ? ഇപ്പോൾ എൻ്റെ പയ്യൻ ഇതിനകത്ത് കയറി ഇരിക്കുകയാണ്, കണ്ടോ? വിശാലമായിട്ട് താരാദാസ് സ്മഗ്ലിങ്ങിന് പോകുന്ന പോലെ എൻ്റെ പയ്യൻ ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അപ്പോൾ എൻ്റെ പയ്യൻ പാളയിലിരുന്ന് പോവാണ്. എങ്ങോട്ട് പോവാ? സ്കൂളിൽ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില്ലറ തീറ്റിയല്ല ഇവൻ തിന്നുന്നത്. അപ്പോൾ അച്ഛൻ്റെ കട്ടയും പടവും മടങ്ങുന്നു. എന്താ കാര്യം? ഈ പാളയും ഈ തറയും തമ്മിൽ, ഈ ഫ്ലോറും തമ്മിൽ നല്ല അടിപൊളി ഫ്രിക്ഷൻ ഉണ്ട്, നല്ല പിടുത്തം. അച്ഛൻ വലിച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല അടിപൊളി ഫ്രിക്ഷൻ പാളയും തറയും തമ്മിലുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്തിനെ തടസ്സപ്പെടുത്തും? ഈ ഫ്രിക്ഷൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ അച്ഛൻ അവനെ വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് വലിച്ചഴിച്ചുകൊണ്ട് സ്കൂളിൽ പോകാമായിരുന്നു, അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ എന്തിനെ ഒപ്പോസ് ചെയ്യും? മോഷനെ ഒപ്പോസ് ചെയ്യും. അതിനകത്ത് സംശയമില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസസ് മോഷൻ. എന്തിനെ ഒപ്പോസ് ചെയ്യും? മോഷനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോഷനെ ഒപ്പോസ് ചെയ്യും. ഇനി ഇതിവിടെ ആക്ട് ചെയ്യുന്നത് രണ്ട് സർഫസുകൾക്കിടയ്ക്കാണ്. ഏതെല്ലാമാണ് ഇവിടുത്തെ സർഫസുകൾ? പാളയും ഫ്ലോറുമാണ്, അല്ലേ? അപ്പോൾ രണ്ട് സർഫസുകൾക്ക് ഇടയ്ക്ക് ആക്ട് ചെയ്യുകയും അവിടുത്തെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ആരും ചോദിക്കാനൊന്നും പോണില്ല. അപ്പോൾ ഇനി ഇത് ആക്ട് ചെയ്യുന്നത് ഈ സർഫസുകൾ, ഇവിടുത്തെ സർഫസ് ഏതൊക്കെയാണ്? ഫ്ലോറും പാളയും. അപ്പോൾ ഇതുകൾക്ക് പാരലായിട്ടാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ മോഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട്സ് പാരലൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? ഫ്രിക്ഷൻ ആക്ട്സ് പാരലൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഡംബരത്തിൽ പറഞ്ഞാൽ ടാൻജൻഷ്യൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ടാൻജൻഷ്യൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ രണ്ട് സർഫസുകൾക്കിടയ്ക്ക് ആക്ട് ചെയ്യുകയും ഇനി റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് പാരലൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇത്രയും ഒന്നും കൂടെ പറയാം. സി, വാട്ട് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ആരും ചോദിക്കില്ല. വാട്ട് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട് and which opposes the relative motion. It acts parallel to the surfaces in contact. Then there are two types of friction. They are kinetic friction and static friction. Kinetic friction and static friction. രണ്ട് ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. ഏതൊക്കെയാ? കൈനറ്റിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും. സോ വിച്ച് ആർ ദ ടു ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സസ്? പറയൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സ്റ്റേഷനറി എന്നാണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു ടേബിൾ തറയിൽ കിടക്കുന്നു, അതിൻ്റെ കാലിനും തറയ്ക്കും ഇടയ്ക്ക്, അത് ടേബിളിലൂടെ മിണ്ടാതെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ടേബിളിൻ്റെ കാലിനും തറയ്ക്കും ഇടയ്ക്ക് എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ മോഷൻ ഇല്ലല്ലോ, ഇല്ലാത്തപ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷനെ പറയുന്ന പേരാണ് static friction. അപ്പോൾ what is static friction? It is a frictional force when there is no relative motion. It is a frictional force when there is no relative motion. അടുത്തെന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ പയ്യനെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ പാളയ്ക്കും തറയ്ക്കും ഇടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ മോഷൻ ഉള്ള സമയത്തുള്ള ഫ്രിക്ഷൻ അല്ലേ? അപ്പം മൂവ്മെൻ്റ് ഉള്ള സമയത്തുള്ള ഫ്രിക്ഷനെ പറയുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. സോ വാട്ട് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ ദെയർ ഈസ് റിലേറ്റീവ് മോഷൻ. ഇനി ഈ കൈനറ്റിക് ഫ്രിക്ഷനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്. എന്താണ്? സ്ലൈഡിങ് ഫ്രിക്ഷൻ. അടുത്ത ഫ്രിക്ഷൻ്റെ പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ.
അപ്പോൾ രണ്ട് ടൈപ്പ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഇവിടെ എൻ്റെ പയ്യൻ തറയിൽ കൂടെ സ്ലൈഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഫ്രിക്ഷൻ്റെ പേരാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇനി അച്ഛൻ ഇത് കുറേ ദിവസം കൊണ്ടുപോകുമ്പോഴത്തേക്ക് മടുക്കുന്നു. അച്ഛൻ അവസാനം ഇതിൻ്റെ അടിയിൽ രണ്ട് ടയർ ഫിറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ അച്ഛൻ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ പയ്യനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഫ്രിക്ഷൻ കുറഞ്ഞു. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ റോൾ ചെയ്യല്ലേ ബോഡി. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്തുള്ള ഈ കുറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ കാര്യങ്ങളെല്ലാം മലയാളത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയും ഒന്ന് ഫാസ്റ്റായിട്ട് പറയാം, ആരും ഇതൊന്നും ചോദിക്കാൻ പോണില്ല. സോ ലിസൺ പ്രോപ്പർലി. വാട്ട് ഡു യു മീൻ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് which acts between two surfaces in contact and which opposes relative motion. Frictional force acts parallel to the surfaces in contact. There are two types of friction. So one is static friction, the next is kinetic friction. What is static friction? It is a frictional force when there is no relative motion. What is kinetic friction? It is a frictional force when there is relative motion. Kinetic friction includes sliding friction and rolling friction. What is sliding friction? It is a frictional force when one body slides over other. What is rolling friction? It is a frictional force when one body rolls over another. So once again from the beginning, what is a frictional force? Frictional force is a force which acts between two surfaces in contact and which opposes relative motion. There are two types of friction. One is kinetic friction, the next is static friction. What is static friction? It is a frictional force when there is no relative motion. What is kinetic friction? It is a frictional force when there is relative motion. Kinetic friction includes what? Rolling friction and sliding friction. What is sliding friction? It is a frictional force when one body slides over other. Then what is rolling friction? It is a frictional force when one body rolls over other. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് ആൻസർ പറയണം. നോക്കൂ, നമ്മുടെ ഒരു ടേബിൾ ഇവിടെ കിടക്കുകയാണ്. നോക്കൂ, ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിക്കാം. ഈ ടേബിൾ ഇവിടെ ഇരിക്കുകയാണ്. കണ്ടോ? ടേബിളിനെ നോക്കിക്കോളൂ, ഇതിൻ്റെ കാലാണ്. കണ്ടോ? കണ്ടില്ലേ? ഇപ്പോൾ ടേബിളിൻ്റെ കാലെല്ലാം ഇവിടെ ഉണ്ട്. നോക്കൂ, ഈ കാല് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ബാക്കി കാലൊക്കെ അപ്പുറത്തുണ്ട്. ഇപ്പോൾ ഇത്രയും ഞാൻ വരയ്ക്കുന്നുള്ളൂ. നോക്കൂ, ഓക്കെ, കാലൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മളിവിടെ ഈ കാലിൻ്റെയും ഫ്ലോറിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ നോ മോഷൻ, എന്തില്ല? മൂവ്മെൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ മൂവ്മെൻ്റ് ഇല്ലാത്തപ്പോൾ ഈ ഫ്രിക്ഷനെ പറയുന്ന പേരെന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. എന്താ പറയുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷെ മോഷൻ ഇല്ല. അപ്പോൾ മോഷൻ ഇല്ലാത്ത സമയത്തുള്ള ഫ്രിക്ഷൻ്റെ പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നമ്മുടെ ഇത് ടേബിളിൻ്റെ കാലാണ്, ഇതും ഫ്ലോറും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടേബിൾ മൂവ് ചെയ്യുന്നില്ല. ഈ സമയത്തുള്ള ഫ്രിക്ഷൻ്റെ പേര് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. ഇനി ഞാൻ ഇവിടെ ഒരു പുഷ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പുഷ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു പുഷ് കൊടുത്താൽ ടേബിൾ നീങ്ങുന്നില്ല. ചെറിയൊരു പുഷാണ് ഞാൻ കൊടുത്തത്, ടേബിൾ നീങ്ങുന്നില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് പുഷ് ചെയ്തു, എന്നിട്ടും ടേബിൾ നീങ്ങുന്നില്ല. ഞാൻ കുറെ കൂടെ പുഷ് ചെയ്തു, അപ്പോഴും ടേബിൾ നീങ്ങുന്നില്ല. വീണ്ടും പുഷ് ചെയ്തപ്പോൾ ടേബിൾ അങ്ങ് നീങ്ങി. അപ്പോൾ എന്താണ്? ഇത്രയും നേരം ടേബിൾ നീങ്ങിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ടേബിൾ നീങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യമേ എനിക്കറിയാം ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട് എന്നെനിക്കറിയാം. ഞാൻ ഫോഴ്സ് കൂട്ടും തോറും ഈ ഫ്രിക്ഷൻ്റെ വാല്യൂം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ടേബിൾ നീങ്ങാത്തത്. അങ്ങനെ ഫ്രിക്ഷൻ കൂടി അവസാനം മാക്സിമം ആയിരുന്നു. ഇനി ഞാൻ തള്ളിയപ്പോഴത്തേക്ക് ബോഡി അങ്ങ് മൂവ് ചെയ്തു, ടേബിൾ അങ്ങ് നീങ്ങി. അപ്പം ടേബിൾ നീങ്ങുന്നതിന് തൊട്ട് മുമ്പല്ലേ മാക്സിമം ഫ്രിക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നത്? ആ മാക്സിമം ഫ്രിക്ഷനെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. എന്താ പറയുക? Limiting value of static friction. എന്താ പറയുക? ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? ഇത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ടേബിൾ റെസ്റ്റിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അതിന്റെ ലെഗിനും ഫ്ലോറിനും ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ആ ഫ്രിക്ഷനെ നിങ്ങൾ എന്താ പേര് വിളിച്ചത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് കൊടുക്കുമ്പോൾ പതുക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ടേബിൾ നീങ്ങത്തില്ല. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് കൊടുക്കുമ്പോഴും നീങ്ങത്തില്ല. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് കൊടുക്കുമ്പോഴും നീങ്ങുന്നില്ല. അവസാനം നല്ല സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് കൊടുത്തപ്പോൾ ടേബിൾ നീങ്ങി. അപ്പം നമ്മൾ ചിന്തിക്കുന്നു, എന്താ ഇങ്ങനെ?
അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ടേബിളിൻ്റെ കാലിനും തറയ്ക്കും ഇടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ടേ. അപ്പോൾ ഞാൻ ഫോഴ്സ് കൂട്ടുമ്പോൾ ആ ഫ്രിക്ഷൻ കുറേ കൂടെ കൂടും. ഫോഴ്സ് കുറേ കൂടെ കൂടുമ്പോൾ ഫ്രിക്ഷൻ കുറേ കൂടെ കൂടി. അവസാനം ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന അനുസരിച്ച് ഫ്രിക്ഷനും കൂടി വന്നു. അതായത് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. വൈ? Because frictional force increases with applied force. Applied force അനുസരിച്ച് frictional force എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. So frictional force is a self adjusting force. ഇല്ലാതാക്കരുത്. Why frictional force is a self adjusting force? Because frictional force increases with applied force. Hence it is a self adjusting force. Then just before the table starts moving, the frictional force has maximum value. That maximum value of static friction just before the body moves is known by the name limiting static friction. അപ്പോൾ എന്താണ് limiting static friction എന്ന് പറഞ്ഞാൽ? It is a maximum value of limiting friction just before the body starts moving. Body move ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള maximum value of limiting friction is known by the name limiting static friction. What is limiting static friction? It is a maximum value of what? Static friction just before the body starts moving. ഇല്ലാതാക്കരുത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. നോക്കൂ, നമുക്കിവിടെ ഒരു ബോഡി എടുക്കാം. ഒരു ബോഡി, ഓക്കെ. ഒരു ബോഡി ഏതാ ഇവിടെ എടുത്ത് വയ്ക്കാം. ഇതൊരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഞാനൊരു ബോഡി എടുത്ത് വയ്ക്കുന്നു. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഇനി ഇതിൻ്റെ വെയിറ്റ് ഈ താഴോട്ട് ആക്ട് ചെയ്യും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വെയിറ്റ് എത്രയാ? mg ആണ്. 1ാം ക്ലാസ്സിലേ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് എത്രയാണ്? mg ആണ്. അപ്പോൾ ഫ്ലോറിലേക്ക് ഈ ബോഡി mg എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോർ വിടോ? ന്യൂട്ടൺ പിള്ള നമ്മളുടെ പറഞ്ഞ കാര്യം മറന്നില്ലല്ലോ. എന്താണ്? ഫ്ലോർ തിരിച്ച് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇതിലോട്ട് മേലോട്ട് കൊടുക്കും. ഇതിനെ ഞാൻ നോർമൽ ഫോഴ്സ് എന്ന് പറയും. എന്താ പറയുക? നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്നൊക്കെ വിളിക്കും. എന്താ പറയുക? റിയാക്ഷൻ ഫോഴ്സ്. അപ്പം ഞാൻ നോർമൽ ഫോഴ്സ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ n റെപ്രസെൻ്റ് ചെയ്യും. റിയാക്ഷൻ ഫോഴ്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ എന്തെന്ന് റെപ്രസെൻ്റ് ചെയ്യാം? r എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ n എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല. സി ദിസ് ഈസ് എ ബോഡി ഓഫ് മാസ് m. So it is placed on a horizontal surface. The weight of the body is mg, acting vertically downwards according to Newton's third law. So what you can expect? What? A reaction force. So the floor will exert a force in the opposite direction. I call it normal force. Normal force is normal to the surface always. So keep in mind, normal force is normal to the surface. ഇതാണ് ഇവിടുത്തെ സർഫസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് നോർമൽ ആയിരിക്കും, മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആണല്ലോ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ ഈ വച്ച സാധനം പൊങ്ങി ചാടുന്നത് ആരും കാണുന്നില്ലല്ലോ. ഇനി തറയിലേക്ക് കുഴിഞ്ഞു പോകുന്നതും ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സാധനത്തിലുള്ള നെറ്റ് ഫോഴ്സ് 0 എന്നാണ്. ഒന്നും മനസ്സിലായില്ല? ഈ സാധനം ഇവിടെ ഇരിക്കുകയാണെന്നെങ്കിൽ മനസ്സിലായല്ലോ. ഈ സാധനം താഴോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എത്ര? mg എന്നാണ്. ഇനി മേലോട്ട് കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? n ആണ്. ഈ സാധനം അവിടെ അനങ്ങാതിരിക്കുകയല്ലേ? അനങ്ങാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര? 0. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പറ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും എന്താണ്? ബാലൻസ് ആയി. അപ്പൊ n ആൻഡ് mg ആർ ഈക്വൽ ഇൻ ദിസ് സിറ്റുവേഷൻ. ഓർത്ത് വയ്ക്കണം, n ആൻഡ് mg ആർ ഈക്വൽ ഇൻ ദിസ് സിറ്റുവേഷൻ. ഇല്ലാതാക്കരുത്. ഇനി ഞാൻ ചോദിക്കുന്നതിൻ്റെ ആൻസർ പറയണം. ഇവിടെ ഈ ബോഡിക്കും ഫ്ലോറിനും ഇടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും നോർമൽ ഫോഴ്സിന്. അതായത് ഇവിടെ ഇരിക്കുന്ന ബോഡിക്ക് കൂടുതൽ നോർമൽ ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റിയാൽ അവിടെ ഇരിക്കുന്ന ബോഡി താഴോട്ട് കൊടുക്കുന്ന വെയിറ്റ് കൂടുതലാണെങ്കിൽ കൂടുതൽ നോർമൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ ഈ ബോഡിക്ക് കൂടുതൽ നോർമൽ ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കേസ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന ഫ്രിക്ഷനും കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? നോർമൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നോർമൽ ഫോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദിസ് കേസ് യുവർ ബോഡി ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. Weight of the body is mg downwards. Then say there will be a reaction force, normal to the surface. I name it n. In this situation, your body is neither jumping up nor sinking down.
So upward and downward forces balance each other. So the net force is 0 we consider. So N is equal to mg. So in this situation we consider N equal to mg. Then see, if this body can create more normal force, the frictional force here will be more. So what is the only parameter deciding frictional force? Frictional force is directly proportional to normal force. See, listen properly. If mg is more in this situation, the normal force also will be more in this situation. Am I right? So if your body can create more normal force, then what will be more in this case? Friction will be more in this case. So frictional force is directly proportional to normal force. Frictional force is directly proportional to normal force. Keep in mind. So frictional force is directly proportional to normal force. Then frictional force is equal to a constant mu into n. What is it? Mu. So mu. So it is a constant. Frictional force is equal to mu into n. Mu is called coefficient of friction. What is it? Coefficient of friction. So what is mu? Mu is called coefficient of friction. F is equal to mu n എന്നാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ mu എങ്ങനെ കണ്ടുപിടിക്കും? What is mu? Mu is equal to F divided by n എന്ന് എഴുതിക്കൂടെ? അപ്പോൾ can you define mu? Mu നെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? So what is coefficient of friction? It is a ratio of frictional force to normal force. It is a ratio of frictional force to normal force. Then this is a force, this is a force. So numerator and denominator are forces. So the units cancel, dimensions cancel. So mu has no unit, no dimension. Mu in a unit illa, dimension illa. Power mu. മറക്കരുത്, മ്യൂവിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. മ്യൂവിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. മ്യൂവിന് ആരുമില്ല. മറക്കരുത്. അപ്പോൾ ഫിസിക്സുകാർ മാത്രമേ ഉള്ളൂ മ്യൂവിന്. അപ്പം മ്യൂ ഹാസ് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. വൈ? So mu is equal to frictional force divided by normal force. Numerator and denominator are forces. So units cancel, dimensions cancel. So mu has no unit, no dimension. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാൻ പോവാണ്. So I am erasing everything. See, you consider a body here. So okay, so body of mass m. It is resting on a surface. Okay, it is resting on a surface. Then see, there is friction here. So there is friction between the body and surface. Okay, you know. Then see, if I apply a push here, so on applying a push here, see, body is not moving. Okay, again I am giving a stronger force, not moving. Okay, again I am applying more force, not moving. See, again applying a force. So strongest force I am applying, the body moves. Okay, it means, see, with the increase of applied force, the frictional force here also increases. So frictional force is a self-adjusting force. So frictional force increases with applied force. So frictional force is a self-adjusting force. അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? See, between the body and surface there is static friction. You know. See, with this applied force, this static friction also increases. Okay, then just before the body starts moving, that static friction has maximum value. That maximum value of static friction just before the body starts moving is known as what? Limiting static friction. What is it? Limiting static friction. Okay, then what is the next thing I said? What is the only parameter deciding friction? Frictional force is directly proportional to the normal force. So listen properly. You consider a body here. It is resting on a horizontal surface. So this is a horizontal surface. Okay. Then what is the weight of your body? So weight of the body is mg downwards. Then the surface will exert a force upwards. I name it n. So what is n? N is normal force. What is it? Normal force. Normal force will be normal to the surface. Okay. Then in this case, your body is neither jumping up nor moving down. So upward and downward forces balance each other. So n will be equal to mg in this situation. Keep in mind, n will be equal to mg in this situation. Any doubt?
Then so I said frictional force is directly proportional to what? Normal force. So frictional force is equal to a constant mu into n. What is mu? Mu is called coefficient of friction. What is it? Coefficient of friction. So what is mu? Mu is equal to what is mu say? Mu is equal to frictional force divided by normal force. Numerator and denominator are forces. So units cancel, dimensions cancel. So mu has no unit, no dimension. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇനി നിങ്ങൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് എനിക്ക് ആൻസർ തരണം. See, F is equal to mu n. You can find here. So F is equal to mu. What is n in this situation? What is n in this situation? It is equal to mg. So for a body resting on a horizontal surface, you can plainly write this equation. F is equal to mu mg. Why mu mg? Because F is equal to mu n. For a body resting on horizontal surface, what is n? Mg. So F is equal to mu. Instead of n, you substitute mg. Is it clear? ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? For a body, I have a body resting on a horizontal surface. What is the weight of the body? Mg. What is it? In which direction? Downwards. Then what about the normal force? Upwards in this situation. Then your body is neither jumping up nor sinking down. So upward and downward forces balance each other. N will be equal to mg. Okay. Then what is the equation to calculate frictional force? Frictional force proportional to n. Frictional force is equal to mu n. Okay, then here n and mg are equal. So F is equal to mu n. Instead of n, you write mg. So what is the new equation you got? Frictional force is equal to mu mg. Okay, so in this situation, what is the frictional force here? Frictional force is equal to mu mg. Is it clear? അല്ലേ, ബുദ്ധിമുട്ട് തോന്നിയോ? നല്ല എളുപ്പമല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നോക്കൂ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ കുറേ ഫ്രിക്ഷനൊക്കെ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു, പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ജനറലായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ് എന്ന് എഴുതി. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mu n എന്നും എഴുതി. ഇതങ്ങ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ ആവും. Kinetic friction is equal to mu k n എന്ന് എഴുതണം. പ്രയാസമുണ്ടോ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോഴത്തേക്ക് എഫ് എസ് ഇസ് ഈക്വൽ ടു mu s n എന്ന് എഴുതും. ഇതൊന്നും കണ്ട് ആരും പേടിക്കുകയൊന്നും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഒറ്റ ഇക്വേഷൻ അങ്ങ് പഠിക്കുന്നതാണ്. വട്ട് ഈസ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഫ്രിക്ഷൻ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mu n. ഇല്ലാതാക്കരുത്. നമുക്ക് അടുത്ത ഫ്രിക്ഷൻ്റെ യൂസസ് നോക്കാം. ഫ്രിക്ഷന് ഒരുപാട് യൂസസ് ഉണ്ട്. ഓക്കെ, ഒന്നാം ക്ലാസ്സിലെ പിള്ളേരുടെ ഇതൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. സോ യൂസസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ യൂസുകളാണ് നമ്മൾ പറയുന്നത്. ഫ്രിക്ഷൻ്റെ യൂസ് പറയൂ. നമുക്കിവിടെ നടക്കാൻ പറ്റുന്നുണ്ടല്ലേ, തറയിൽ കൂടെ നടക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ? കാലും തറയും തമ്മിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. ഓടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഫ്രിക്ഷനാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഹെൽപ്സ് ടു റൺ, വാക്ക് എക്സെട്ര. ഹെൽപ്സ് ടു റൺ, വാക്ക് എക്സെട്ര. നടക്കാനും ഓടാനും ഒക്കെ സഹായിക്കുന്ന എന്താണ്? ഫ്രിക്ഷനാണ്. ഇനി അടുത്തെന്താണ്? വണ്ടികളൊക്കെ തറയിൽ കൂടെ ഓടണമെങ്കിൽ ടയറും തറയും തമ്മിൽ ഫ്രിക്ഷൻ വേണം, അല്ലെങ്കിൽ ഓടാൻ പറ്റൂല. നിങ്ങൾ ചെളിയിലൊക്കെ വണ്ടി അവിടെ കിടന്ന ടയർ മാത്രം കറങ്ങും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ ഫ്രിക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ ഫ്രിക്ഷൻ ഹെൽപ്സ് ടു പറയും. ഫ്രിക്ഷൻ ഹെൽപ്സ് ടു ഡ്രൈവ് ഓട്ടോമൊബൈൽസ് അലോങ് റോഡ്. റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷനാണ്. ഇനി മൂന്നാമത്, ഓടുന്ന വണ്ടിയെ നിർത്തണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ വണ്ടി നിൽക്കുമോ? ഇല്ല. മൊട്ട ടയറൊക്കെ ആണെങ്കിൽ പിടിച്ച സ്ഥലത്ത് നിൽക്കുമോ? ഇല്ല. ഇനി അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫ്രിക്ഷൻ ഹെൽപ്സ് ടു സ്റ്റോപ്പ് ഓട്ടോമൊബൈൽസ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോമൊബൈൽസിനെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത, തീപ്പെട്ടി ഉരയ്ക്കുന്ന അറിയാം. നോക്കൂ, തീപ്പെട്ടി ഉരയ്ക്കുന്ന സമയത്ത് അവിടെ മാച്ച് സ്റ്റിക്കും തീപ്പെട്ടിയും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ കത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ച് പണ്ടാരം അടങ്ങുന്ന അറിഞ്ഞൂടെ? അവസാനം നമ്മൾ പണ്ടാറാണെങ്കിൽ തീപ്പെട്ടി എടുത്ത് അടുത്ത പരിപാടിയിലോട്ട് അറിയും. അപ്പോൾ ഫ്രിക്ഷൻ ഹെൽപ്സ് ടു ലൈറ്റ് മാച്ച് സ്റ്റിക്സ്.
ഓക്കെ, മാച്ച് സ്റ്റിക്സ് കത്തിക്കാൻ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. ഇനി അടുത്ത് പാരച്യൂട്ടിൽ ആളുകൾ ചാടുന്ന കണ്ടിട്ടുണ്ടോ? പാരച്യൂട്ടിൽ ആളുകൾ പാരച്യൂട്ടിൽ ചാടുമ്പോൾ എങ്ങനെയാ? അവർ ചാടുമ്പോഴത്തേക്ക് ഫ്ലൈറ്റിൽ നിന്ന് പാരച്യൂട്ടിൽ എടുത്ത് ചാടുന്ന സമയത്ത് ടക്കനെങ്കിൽ താഴെ വന്ന് വീണാൽ അപ്പോഴേ പടാവും. അതിനേക്കാളും ഫ്ലൈറ്റ് ഇരുന്നങ്ങ് മരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെയാണ് പാരച്യൂട്ടിൽ താഴേക്ക് വീഴുന്നത്. വളരെ സ്ലോയിലാണ് താഴേക്ക് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്താ കാര്യം? എയറും പാരച്യൂട്ടും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ കാരണമാണ് സ്ലോ ആയിട്ട് അത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇതാണ് ഫ്രിക്ഷൻ. പാരച്യൂട്ടിൻ്റെ കാര്യം, പാരച്യൂട്ട് എന്ന് മാത്രം എഴുതാം. എന്താണ് പാരച്യൂട്ടിൻ്റെ കാര്യം പറയൂ. ഫ്രിക്ഷൻ ഓഫേഴ്സ് ദ പാരച്യൂട്ട് എ സ്ലോ ലാൻഡിങ്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ എയർ ആൻഡ് പാരച്യൂട്ട് ഓഫേഴ്സ് ദ പാരച്യൂട്ട് എ സ്ലോ ലാൻഡിങ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇനി അടുത്തൊരു സാധനമാണ് മീറ്റിയേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോക്ക്, സ്പേസിൽ കൂടെയൊക്കെ പാറയൊക്കെ ഓടിക്കളിക്കുന്നു. എന്താണ് ഈ പാറ ഓടിക്കളിക്കാൻ കാരണം? സ്പേസിലൊക്കെ പാറയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എർത്ത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം പറന്ന് നമ്മുടെ എയർ വഴി വരും. ഈ എയർ വഴി വരുമ്പോഴത്തേക്ക് എയറുമായിട്ട് റബ്ഡായിട്ട് ഈ സാധനം കയറി കത്തും. പാറ കത്തും. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പാറ എത്ര സ്പീഡിലായിരിക്കും വരുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പം നമ്മൾ തന്നെ, ഞാനിപ്പോൾ ഒരു പാറക്കല്ലെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ആട്ടിയാൽ ഇത് കത്തുമോ? അടിപൊളിയാണ്. തെലുങ്ക് സിനിമയിലൊക്കെ കത്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ പാറക്കല്ലൊക്കെ ഇങ്ങനെ കത്തിച്ച്? അപ്പോൾ അങ്ങനെ പല ഷോകളും നമ്മൾ നടത്തുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ കോരി ധരിക്കാറില്ലേ? അപ്പോൾ അടിപൊളിയാണ്. ചിലത് കണ്ട അങ്ങ് മരിച്ചാലോ, തിയേറ്ററിൽ ഇരുന്ന് തന്നെ മരിച്ചു പോയാലോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ നമ്മുടെ എർത്ത് സ്പേസിലൊക്കെ കിടക്കുന്ന പാറയൊക്കെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പം അട്രാക്ട് ചെയ്യുമ്പോൾ ഇവൻ ഹൈ സ്പീഡിൽ എർത്തിൻ്റെ അടുത്തേക്ക് വരും. അപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ പാറ എയറുമായിട്ട് റബ്ഡായിട്ട് കത്തും. ദിസ് കത്തും പാറ ഈസ് നോൺ ബൈ ദ നെയിം മെറ്റിയർ. അറിയാമെന്നുള്ള സാധനമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എയറും ഈ പാറയും തമ്മിൽ ഫ്രിക്ഷൻ കാരണമാണ് അത് കത്തുന്നത്. അപ്പോൾ താഴെ എത്തുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ നമ്മുടെ തലയിലൊന്നും വന്ന് വീഴില്ല അല്ലേ? അപ്പോൾ അല്ലായിരുന്നെങ്കിൽ സ്കൂളിൽ പോയ യുവാവ് ഈ സാധനത്തിന് മലയാളത്തിൽ എന്താ പറയുക? ഉൽക്ക എന്നാണ് പറയുന്നത്. എന്താ പറയുക? ഉൽക്ക. അപ്പോൾ ഈ സാധനം സ്കൂളിൽ പോകുന്ന പയ്യൻ സ്കൂളിലേക്ക് പോവാണ്. അവൻ്റെ തലയിൽ എന്ത് വന്ന് വീഴുന്നു? ഉൽക്ക വന്ന് വീഴുന്നു. ഇപ്പോൾ സ്കൂളിൽ പോയ ബാലൻ ഉൽക്ക വീണ് മരിച്ചു എന്നൊക്കെ ന്യൂസ് കണ്ടനെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ പോപ്പിയും ജോൺസും ഒക്കെ കുടയൊക്കെ ഇറക്കിയാണ്. അടിപൊളി കുട, ഉൽക്ക കുടകൾ. മനസ്സിലായില്ലേ? ഉൽക്കയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഉൽക്ക കുടകൾ എന്നൊക്കെ പറഞ്ഞ ആഡൊക്കെ വന്നനെ. അടിപൊളിയായിരുന്നു തന്നെ. സോ ലിസൺ. അപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലും തലയിൽ വന്ന് വീഴുന്നുണ്ടോ? ഇല്ല. വൈ? എന്താണ്? താഴേക്ക് വരുന്ന സമയത്ത് ഇത് കത്തിത്തീരും. സോ അപ്പോൾ ഫ്രിക്ഷൻ പ്രിവെൻസ് ആസ് ഫ്രം ബീങ് ഹിറ്റ് ബൈ മെറ്റീരിയൽസ്. എന്താണ്? മെറ്റീരിയൽസ് വന്ന് ഇടിച്ച് നമ്മൾ ചാവാതെ നോക്കുന്നത് എന്താണ്? ഫ്രിക്ഷനാണ്. അപ്പോൾ ഫ്രിക്ഷനല്ലേ? ഇനി ഞാനിവിടെ ഈ പെന്നിനെ ഹോൾഡ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ ഈ പേനെ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് സ്ലിപ്പായി പോവില്ലേ? അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ ഹെൽപ്സ് ടു ഹോൾഡ് ഓബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഫ്രിക്ഷനാണ്. സിനിമയിൽ നായകനും നായികയും കൂടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം പറയാം. നോക്കൂ, നായകനും നായികയും കൂടെ അപ്പുറത്തുനിന്ന് സ്ലോ മോഷനിൽ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ജോയിൻ ചെയ്തു. രണ്ടുപേരെയും വീട്ടുതടങ്കലിലായിരുന്നു. ഇപ്പോൾ വീട്ടു തടങ്കലിൽ നിന്ന് പൊട്ടിച്ച് നായകനും നായികയും മീറ്റ് ചെയ്യാനായിരുന്നു. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും സ്ലോ മോഷനിൽ വരികയാണ്. രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നു? കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് ആരെ കാണുന്നില്ല? നായികയെ കാണുന്നില്ല. നോക്കുമ്പോൾ എന്താണ്? ഡയറക്ടർ തോളിലിരിക്കുന്നു. വായ്. എന്താണ് സംഭവം? നമ്മൾ പഴമൊക്കെ ഇങ്ങനെ പിതുക്കുമ്പോഴത്തേക്ക് തൊലി മാത്രം കയ്യിലിരിക്കുന്നു, ബാക്കി സാധനം തെറിച്ചു പോകുന്നത് പോലെ നായികയെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് നായികയെ കാണാനില്ല. വായ്. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നായിക ഇതുപോലെ തെറിച്ചു പോയനെ. മനസ്സിലായില്ലേ? ഇനി വേറെ കാര്യം കൂടെ അവിടെ ചിന്തിക്കണം. ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ സുജിത്തെ എന്താണ് നോക്ക്, സുജിത്ത് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നോക്ക്, അപ്പോൾ എന്താണ്? ഫ്രിക്ഷനാണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രിക്ഷൻ്റെ അടുത്ത യൂസ് എന്താണ് സുജിത്തെ? കെട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നു. ആണോ? അല്ല, അതൊന്നും എഴുതി വയ്ക്കരുത്. ഓക്കെ. അപ്പോൾ ഫ്രിക്ഷൻ ഹെൽപ്സ് ടു ഹോൾഡ് ഓബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഫ്രിക്ഷനാണ്. അപ്പോൾ ഇതൊന്നും ആരും ചോദിക്കില്ല, ജസ്റ്റ് പറഞ്ഞു പോവുക. സോ വാട്ട് ആർ ദ യൂസ് ഓഫ് ഫ്രിക്ഷൻ? പറയൂ. ഫ്രിക്ഷൻ ഹെൽപ്സ് us to run, walk, etc. Friction helps to drive automobiles along road. Friction helps to stop automobiles. Friction helps us to light matchsticks. Friction എന്താണ്? ഓഫേഴ്സ് ദ പാരച്യൂട്ട് എ സ്ലോ ലാൻഡിങ്. അടുത്തെന്താണ്? ഫ്രിക്ഷൻ ഓഫേർഡ് ബൈ എയർ എന്താണ്? പ്രിവെൻസ് ആസ് ഫ്രം ബീങ് ഹിറ്റ് ബൈ വാട്ട്? മെറ്റീരിയൽസ് വന്ന് വീഴുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്നു. അടുത്ത ഫ്രിക്ഷൻ ഹെൽപ്സ് ടു ഹോൾഡ് ഓബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഫ്രിക്ഷനാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഫ്രിക്ഷൻ്റെ
ഡിസഡ്വാൻറ്റേജസ്. നോക്കൂ, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഫ്രിക്ഷൻ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടയറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ കട്ടയൊക്കെ വെട്ടി നല്ല കീടിലൻ ടയർ. കുറേ നാൾ ഓടിക്കഴിയുമ്പോഴത്തേക്ക് അതിൽ കട്ടയില്ല, തേഞ്ഞ് തീരും. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക? തേയ്മാനം, വെയർ ആൻഡ് ടയർ. അപ്പോൾ വെയർ ആൻഡ് ടയറിന് കാരണമാവും. സോ ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തേയ്മാനം. ഇപ്പോൾ ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടയർ ഓഫ് ഓട്ടോമൊബൈൽ ടയേഴ്സ്. നമ്മുടെ ചെരുപ്പ് തേയിലായിരുന്നെങ്കിൽ കമ്പനിയൊക്കെ, ചെരുപ്പ് കമ്പനിയൊക്കെ പൂട്ടൂലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പുതിയ ഷൂ വാങ്ങിക്കുന്നു, നോക്കുക, ഷൂ ഒരിക്കലും തേയിലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കമ്പനി തേഞ്ഞേനെ. സോ അപ്പോൾ എന്താണ് സംഭവം? ഫ്രിക്ഷൻ ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ പറയുന്നത്. ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടയർ ഓഫ് ഓട്ടോമൊബൈൽ ടയേഴ്സ്. ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടയർ ഓഫ് വാട്ട്? ചപ്പൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി എൻജിൻ പാഴ്സിലൊക്കെ, എൻജിനകത്ത് മൂവിങ് പാഴ്സ് ആണല്ലോ. അപ്പോൾ ഈ മൂവിങ് പാഴ്സ് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലോ അവിടെ അൺനെസറി ആയിട്ട് ഹീറ്റ് എനർജി ഉണ്ടാവും. അപ്പോൾ എനർജി വേസ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ എനർജി ലോസ് ഉണ്ടാവും ഹീറ്റിൻ്റെ ഫോമിൽ. അപ്പോൾ അതെല്ലാം പവർ ലോസിന് കാരണമാവും. അപ്പോൾ അതെല്ലാം ആരുടെ ഡിസഡ്വാൻറ്റേജസ് ആണ്? ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ? പറയൂ. ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടയർ ഓഫ് ഓട്ടോമൊബൈൽ ടയേഴ്സ്. ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടയർ ഓഫ് ചപ്പൽസ്. Then in engine parts, friction causes unnecessary heating effect. So it leads to wastage of energy. ആരും ചോദിക്കില്ല. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ആണ്. സോ മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. ഓക്കെ, ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, നല്ല എളുപ്പമുള്ള മാർഗങ്ങൾ. ഒന്ന് എന്താണ്? പോളിഷിങ്. എന്താണ്? പോളിഷ് ചെയ്യുക. എന്താണ്? നമ്മൾ നേരത്തെ എൻ്റെ പയ്യനെ സ്കൂളിലേക്ക് കൊണ്ടുപോയ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? പാളയുടെ അടിയിൽ നല്ല പോളിഷ് ചെയ്തെടുക്കുന്നു നമ്മൾ, അടിപൊളിയായിട്ട്. ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയും നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അച്ഛന് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകൂടെ? അപ്പോൾ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകളെ പോളിഷ് ചെയ്താൽ എന്ത് കുറയ്ക്കാൻ പറ്റും? ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാമെന്നുള്ള കാര്യം. അടുത്ത രണ്ടാമത്തത് ലൂബ്രിക്കേറ്റിംഗ്. എന്താണ് ലൂബ്രിക്കേറ്റിംഗ്? ലൂബ്രിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം പാളയുടെ അടിയിൽ കുറച്ച് ഗ്രീസ് തേക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ആ തറയിൽ കുറച്ച് ഗ്രീസ് തേച്ച് വെച്ചിട്ടാണ് വലിച്ചഴിച്ച് പോകുന്നതെങ്കിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. ഓയിൽ ഒഴിച്ചാലും മതി, ശരിയല്ലേ? ഇപ്പോൾ വീട്ടിൽ എന്താണ്, അച്ഛൻ നടന്നു വരുന്നു, പാവം അച്ഛൻ വീട്ടിനകത്തേക്ക് നടന്നു വരുന്നു, വഴിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അച്ഛൻ മൂടടിച്ച് വീഴുന്നു, ശരിയല്ലേ? അപ്പോൾ മനസ്സിലായി ഫ്രിക്ഷൻ കുറവാണ്. നോക്കൂ, കാര്യം മനസ്സിലായി. അപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വന്ന് എടുത്തിട്ട് തറയിലടിക്കുന്നു, മനസ്സിലായില്ലേ? ന്യൂട്ടൻ്റെ എന്താണ് തേർഡ് ലോ ഒക്കെ കറക്റ്റാണെന്ന് നമുക്ക് അപ്പോഴും ബോധ്യപ്പെടുന്നു. അപ്പോൾ ഓർക്കുക, അച്ഛനെയൊക്കെ തള്ളിയിടോ? ഇല്ല, പാവപ്പെട്ട അച്ഛൻ ജീവിച്ചു പോയിക്കോട്ടെ, പാവം. നോക്കൂ, അപ്പോൾ എന്താണ് ലൂബ്രിക്കേറ്റിംഗ്? അപ്പോൾ എന്താണ് ആൻസർ എഴുതാൻ പോകുന്നത്? ബൈ ലൂബ്രിക്കേറ്റിംഗ് the surfaces in contact, friction can be used. Okay, friction can be by lubricating the surfaces in contact, friction can be minimized. ഇനി അടുത്തെന്താണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻ്റ് ഏതൊക്കെയാണ്? ഗ്രീസ്, പിന്നെ ഓയിൽ, പിന്നെ ഈവൻ വാട്ടർ സംടൈംസ് ആക്ട്സ് ആസ് ലൂബ്രിക്കൻ്റ്. പിന്നെ നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. എന്താണ് ഗ്രാഫൈറ്റ്? ഗ്രാഫൈറ്റ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും, സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ഓർത്ത് വെച്ചിരുന്നാൽ മതി. സോ അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? അപ്പോൾ എത്ര മെത്തേഡായി? 2 മെത്തേഡായി. അടുത്തതാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയും. എന്താ പറയുക? സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ ഷേപ്പിംഗ് ഓഫ് ഓബ്ജക്ട്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സാധനങ്ങളുടെ ഷേപ്പ് കൂർപ്പിച്ച് വയ്ക്കുന്നതിന് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതാണ് ഒരു ബോട്ട്. ഓക്കെ, കണ്ടിട്ടില്ലേ? ഇതിൻ്റെ 2 എൻഡും ടാപ്പേഡല്ലേ, കൂർത്തിരിക്കുകയല്ലേ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കൂർപ്പിച്ച് വയ്ക്കുന്നത്? ഫ്ലാറ്റായിട്ട് ബസ് പോലെ ഉണ്ടാക്കിയാൽ പോരെ? വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഓടിക്കാൻ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് പോകും, ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബോഡീസിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്തോന്ന്? സ്ട്രീം ലൈനിങ് എന്ന് പറയും. ഇപ്പോൾ ഫ്ലൈറ്റ് കണ്ടിട്ടില്ലേ? ഏതാ ഫ്ലൈറ്റ് കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഷേപ്പും ടാപ്പേഡ് എൻഡല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ബോഡീസിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ്. സോ ഷേപ്പിംഗ് ഓഫ് ഓബ്ജക്ട്സ്.
to reduce friction is known as streamlining. Then fish has streamlined body. നമുക്കറിയാം ഫിഷിന് സ്ട്രീംലൈൻഡ് ബോഡിയാണ്. ഇനി അടുത്തതാണ് ബോൾ ബെയറിങ്സും റോളർ ബെയറിങ്സും ഉപയോഗിക്കുക. ബോൾ ബെയറിംഗ് ഓർ റോളർ ബെയറിംഗ് ഉപയോഗിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സാധനങ്ങളൊക്കെ? നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഒന്ന് പറയാം, നോക്കൂ. ഞാൻ ഇപ്പോൾ പറയുന്ന സാധനം നോക്കിക്കോ. നിങ്ങൾ പല ആളുകൾക്കും അറിയാമെന്നുള്ളതാണ് ബോൾ ബെയറിംഗ്. ഞാൻ ഒന്ന് പറയട്ടെ, ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഇതൊരു മെറ്റലാണ്. ഓക്കെ, ഇതൊരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളൊരു സർക്കിളാണ് കാണുന്നത്, ഇപ്പുറത്ത് വേറൊരു സർക്കിൾ കാണുന്നു. 2 സർക്കിളാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ സർക്കിൾ അല്ല. അതെന്ന് പറയുന്നത് ഇതാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം എന്താണ്? 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 കട്ട സാധനം. അപ്പോൾ ഇതിനകത്ത് ഈ സാധനത്തിൻ്റെയും ഈ സർഫസിൻ്റെയും ഇടയ്ക്കായിട്ട് കുറേ ബോൾസ് പറക്കിയിട്ടെന്ന് വെച്ചോ. ബോൾസ് പറക്കിയിട്ടാൽ എന്ത് ചെയ്യും? ഇതാ ഈ സാധനം ഇവിടെ ഇരിക്കുകയാണ്, ഈ സാധനം ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ റൊട്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ബോളെല്ലാം കിടന്ന് ഉരുളൂലേ? യഥാർത്ഥത്തിൽ അത് രണ്ടും കൂടെ സ്ലൈഡ് ആവാനുള്ളതല്ലേ? അപ്പോൾ അവിടെ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണല്ലേ? സ്ലൈഡിങ് ഫ്രിക്ഷൻ വരേണ്ടതാണ്. പക്ഷേ ഇപ്പം അതെന്തായിട്ട് മാറി? റോളിംഗ് ഫ്രിക്ഷൻ ആയിട്ട് മാറി. റോളിംഗ് ഫ്രിക്ഷൻ ആയിട്ട് മാറി. സ്ലൈഡ് ചെയ്യേണ്ടതാണ്. 2 സർഫസുകൾ സ്ലൈഡ് ആവേണ്ടതായിരുന്നു. പക്ഷെ അവർക്കിടയ്ക്ക് നമ്മൾ കുറേ ബോൾ നിറച്ചാൽ സ്ലൈഡിങ് ആയിട്ടുള്ളത് എന്തായിട്ട് മാറും? റോളിംഗ് ആയിട്ട് മാറും. സ്ലൈഡിങ് ഫ്രിക്ഷനേക്കാളും കുറവല്ലേ റോളിംഗ് ഫ്രിക്ഷൻ? അപ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. ഇനി ഇതിന് പകരം നമ്മൾ ചെയ്യുന്ന വേറൊരു പണിയാണ്. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ കാണിച്ചു തരാം. നോക്കൂ, ഇതുപോലത്തെ ഒരു നമുക്കത്തോടെ വേറെ എണ്ണം വരയ്ക്കാം. ഇങ്ങോട്ട് നോക്കൂ, ഇതൊരു സിലിണ്ടറാണെന്ന് വെച്ചോ. ഇത്തിരി കൂടെ വലുതായിട്ട് വരയ്ക്കാം, എന്നാലേ മനസ്സിലാവും. ഒരു കട്ട സിലിണ്ടറാണ് കേട്ടോ. ഓക്കെ, ഒരു കട്ട സിലിണ്ടർ, പേടിച്ചില്ലല്ലോ. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ കുറേ കൊച്ചു സിലിണ്ടേഴ്സ് ഇങ്ങനെ വയ്ക്കുകയാണ്. കണ്ടോ? 1 സിലിണ്ടർ, 2 സിലിണ്ടർ, 3 സിലിണ്ടർ, 4 സിലിണ്ടർ ഇങ്ങനെ വയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വെച്ച് ഇതിൻ്റെ പുറം മൊത്തം വയ്ക്കുകയാണ്. ഓക്കെ, അതിനെന്ത് ചെയ്യും? അങ്ങനെ ഒട്ടിയിരിക്കുമോ? അതിന് നമ്മൾ വേറെ ഒന്നുമില്ല, അതിൻ്റെ പുറത്ത് ഇത്തിരി ഗ്രീസ് അങ്ങനെ തേച്ചിട്ട് അങ്ങ് വെച്ചാൽ മതി, അവിടെ ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ഞാൻ സൈഡ് വ്യൂ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ വെളിയിൽ ഇപ്പം മൊത്തം എന്താണ്? ഇതായി ഇങ്ങനെ എഡ്ജ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്താണ് ഈ എഡ്ജ്? ഈ എഡ്ജ് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിലിണ്ടേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ സിലിണ്ടേഴ്സാണ്. ഓക്കെ, അങ്ങോട്ടുണ്ട്. ഓക്കെ, സിലിണ്ടറിൻ്റെ ടിപ്പ് മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. ഇനി ഇതിൻ്റെ വെളിയിൽ അടുത്ത സാധനം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയും യഥാർത്ഥത്തിൽ ഇതും തമ്മിൽ സ്ലൈഡ് ചെയ്യേണ്ടതാണ്. ആ 2 സർഫസുകൾക്കിടയ്ക്ക് ഇപ്പം നമ്മൾ കുറേ സിലിണ്ടേഴ്സിനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ലൈഡ് ചെയ്യേണ്ട സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്തായിട്ട് മാറും? റോളിംഗ് ഫ്രിക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഫ്രിക്ഷൻ കുറയില്ലേ? അപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള എത്ര മെത്തേഡാണ് നമ്മളിവിടെ പഠിച്ചത്? 4. ഈ 4ാമത്തെ പറഞ്ഞ എന്താണ്? റോളർ ബെയറിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പം പറഞ്ഞാൽ ഇതെന്താണ്? ബോൾ ബെയറിംഗ്. ഇപ്പോൾ ബോൾ ബെയറിങ്ങോ റോളർ ബെയറിങ്ങോ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം? സ്ലൈഡിങ് ഫ്രിക്ഷൻ ആവേണ്ട സാധനം എന്തായിട്ട് മാറും? റോളിംഗ് ഫ്രിക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഫ്രിക്ഷൻ കുറയും. സോ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ? പറയൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ആരും ചോദിക്കില്ലേ? പോളിഷിംഗ്. എന്താണ് എഴുതേണ്ടത്? ബൈ പോളിഷിംഗ് ദ സർഫസസ് ഇൻ കോൺടാക്ട് friction can be reduced. Next one, lubricating. What is lubricating? By applying a lubricant between the surfaces in contact, friction can be reduced. What is the next one? Streamlining. The shaping of objects to reduce friction is known as streamlining. Another, ball bearings or roller bearings. Ball bearings and roller bearings reduce friction, okay, by converting what? Sliding friction to rolling friction. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ ആർക്കും ഇതിൻ്റെയൊക്കെ ആൻസർ പറയാൻ പറ്റും. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാമല്ലോ. പൊക്കൂടെ? ധൈര്യമായിട്ട് പൊക്കൂടെ? ഓക്കെ.